ഏഷ്യയിലെ ഏറ്റവും വലിയ തക്കാളി മാർക്കറ്റായിട്ടുള്ള ആന്ധ്രാപ്രദേശിലെ മടനപ്പള്ളി മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ഒരു വെഹിക്കിൾ ഇവിടെ കാണാൻ സാധിച്ചത്. ചെറിയ ചമ്മലോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കുറച്ച് മാറി നിന്ന് ചിത്രീകരിച്ചത്. ഇവിടങ്ങളിൽ ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മുന്നിലായിട്ട് പടക്കം പൊട്ടിക്കുന്നത് കാണാം, ബാക്കിലായിട്ട് ചെണ്ടവാദ്യങ്ങളൊക്കെ കാണാം. ബാക്കിലായിട്ടാണ് ബൊലോറോയിൽ മൃതശരീരം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പടക്കം പൊട്ടിക്കുന്നതിന് വേണ്ടി കുറച്ച് ഗ്യാപ്പ് ഇട്ടു. അതുമാത്രമല്ല, മെയിൻ റോഡാണ്, കതിരി എന്ന് പറയുന്ന പ്രദേശത്തേക്കൊക്കെ പോകുന്ന മെയിൻ റോഡാണ് ഈ കാണുന്നത്. ഇവിടെ ഭയങ്കര ബ്ലോക്കൊക്കെ ആക്കിയിട്ടാണ് ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. പടക്കം പൊട്ടിത്തീരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ബ്ലോക്ക് ആയത് കാരണം അതിലേക്ക് വെള്ളം ഒഴിച്ച് കിടത്തിയിട്ടാണ് പിന്നീട് മുന്നിലേക്ക് പോകുന്നത്. ഇവിടെ ആ ഒരു ആചാരം വളരെയധികം കൗതുകത്തോട് കൂടിയിട്ടാണ് ഞാനിങ്ങനെ നോക്കി നിന്നത്. ചില ആളുകളെ ഇരുത്തിയിട്ട് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ ഇട്ടിട്ട് DJ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകുന്നതും കണ്ടിട്ടുണ്ട്. ഈ ഒരു ബൊലോറയിൽ കുറച്ച് ആളുകൾ ആ ഒരു മൃതശരീരത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അവർ മല്ലികപ്പൂ അതിൽ നിന്നും റോട്ടിലേക്ക് ഇങ്ങനെ വിതറുന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഈ മൃതശരീരം കൊണ്ടുപോകുന്നതിൻ്റെ ബാഡ് സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ചെയ്തിരുന്നത് എന്നാണ് എനിക്ക് വിലയിരുത്താൻ തോന്നിയത്. മൃതശരീരം വഹിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു വെഹിക്കിളിന് ചുറ്റുമായിട്ട് ഒരുപാട് മാലകളൊക്കെ തന്നെ അവരിങ്ങനെ തൂക്കിയിട്ടുണ്ട്. പിന്നീട് ഫ്രണ്ടിലായിട്ട് പാട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മൃതശരീരം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മൃതശരീരം വഹിച്ചു കൊണ്ടുപോകുന്ന വെഹിക്കിളിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലൊരു വണ്ടിയിൽ ഒരുപാട് ആളുകളൊക്കെ നിന്ന് പോകുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ലോറിയിലാണ് ആട്ടിൻകുട്ടികളെ കയറ്റി പോകുന്നത് പോലെ അല്ലെങ്കിൽ കന്നുകാലികളെ കയറ്റി കൊണ്ടുപോകുന്നത് പോലെ ആളുകൾ നിൽക്കുന്നത് കാണാൻ സാധിച്ചത്. ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മടനപ്പള്ളിയിലെ ഒരു ദർഗയിലേക്കാണ്. ദർഗയിലേക്ക് പോകുമ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ ജീവിത രീതികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമായിട്ടാണ് മടനപ്പള്ളിയെ വിലയിരുത്താൻ തോന്നിയത്. വൃത്തിയുള്ള സാഹചര്യം തന്നെയാണ് കാണുന്നത്. ട്രാക്ടറിലേക്കൊക്കെ ഇതുപോലെ മണ്ണ് നിറയ്ക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു നിഷ്കളങ്ക ഭാവത്തിലുള്ള ഒരു കർഷകരെ നമുക്ക് കാണാം. വെള്ളയും ഇട്ടിട്ടാണ് അയാളിങ്ങനെ നിൽക്കുന്നത്. ഇങ്ങളിലൊക്കെ തന്നെ സെൽഫായിട്ട് എന്തും ചെയ്യാൻ ചെറിയൊരു എമൗണ്ട് മുടക്കിയാൽ മതി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ വള്ളിച്ചെടി ഒരു വീടിന് മുന്നിലേക്ക് പടർന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ, നല്ല വൃത്തിയും കാര്യങ്ങളുമൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ. ഒരു ചേരിപ്രദേശം പോലെയാണെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല വീടുകളിൽ നിന്നും ടപ്പ എന്നുള്ള ഒരു ഒച്ച കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാ വീട്ടിലും നെയ്ത്തുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. തെലുങ്കു എന്നുള്ള ഈ ഒരു ഭാഷ നമുക്കറിയാത്തത് കൊണ്ടും നമുക്കിവിടെ ബന്ധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഒരുപാട് വീടുകളായി ഇതുപോലെ കാണുന്നു. വള്ളിച്ചെടികളൊക്കെ തന്നെ വീടിന് മുകളിലേക്ക് പടർത്തിയ കാഴ്ച. ഇവരിങ്ങനെ ഈ ഒരു നല്ല ഓക്സിജൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ഒരു ചെറിയ പ്രദേശത്തും ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു മതിലിൽ 2 വീട് എന്നുള്ള രൂപത്തിലൊക്കെ അടുത്തടുത്തായിട്ടാണ് വീടുകൾ കാണാൻ സാധിക്കുന്നത്. ബാത്റൂമുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു റോഡ് മാറി ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു അമ്മച്ചിയെയും ഈ ഒരു അക്കയെയും കാണാൻ സാധിച്ചത്. അമ്മച്ചിയുടെ സൈഡിലായിട്ട് എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്. മറുകാണ് എന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തോ ഒരു സംഭവം പറഞ്ഞു. അവർ തെലുങ്കിലായതുകൊണ്ട് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു മതിലിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ള ദർഗ. ചുറ്റുപാടും നോക്കുമ്പോൾ ഇതുപോലെ ചാണകം നിലത്ത് തേച്ചിട്ട് മനോഹരമാക്കിയിട്ട് അതിൻ്റെ മേലെ ചിത്രകലകളൊക്കെ തന്നെ ചെയ്തു വെച്ചതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ നീര് ചോദിച്ചു. നീര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കിൽ വെള്ളം എന്നാണ്. അങ്ങനെ അവർ വെള്ളം എടുത്ത് കൊണ്ടുവന്ന് തന്നു. വളരെ സമയമായിട്ട് വളരെ ലളിതമായ രീതിയിലാണ് നമ്മളോട് പെരുമാറുകയൊക്കെ ഉണ്ടായത്.